ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പട്ടി ബിസ്ക്കറ്റും പൂച്ച ബിസ്ക്കറ്റും ഒക്കെയാണ്. ഇത് നമുക്ക് വിസ്കാസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പൂച്ചക്കുഞ്ഞിൻ്റെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഓഷ്യൻ ഫിഷ് ഫ്ലേവറാണ്. ഇത് പൂച്ച കഴിച്ച് അപ്പം ചെത്തും, അതുകൊണ്ട് ആരും മേടിച്ചു കൊടുക്കരുത്. പിന്നെ ഇതാണ് കുണ്ടിക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ അടിച്ചു വിടുക. അടിച്ചു വിട്ട് ഞാൻ അപ്പോഴേ പോകോളൂ. അല്ലെ കട്ടിയോ പ്രശ്നം. ഇത് WD എന്നാണ് പറയുന്നത്. 40 ആണ് സാധനം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ തേച്ച് കളിക്കാൻ സോപ്പുണ്ട്. ഇതങ്ങോട്ട് ദേഹത്തങ്ങ് തേക്കുക, വരയ്ക്കുക, സെറ്റാണ്. വെളുത്ത് പാറാവും, അതാണ് സംഭവം. പിന്നെ നമുക്ക് സോപ്പ് പൊടി ആണെങ്കിൽ ടൈഡുണ്ട്, സർഫസ് ഉണ്ട്, പിന്നെ ഏരിയലുണ്ട്, റിന്ന ആരാണെന്ന് അറിയത്തില്ല. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ തുണി അലക്കാത്തതുകൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല. ചങ്ങയത് തൊട്ടുതറ ഇതാണ് നമ്മുടെ, നമുക്ക് നൈസായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. പട്ടിയുടെ ഒന്നുമല്ല, നമുക്ക് തന്നെ ഉപയോഗിക്കാം. നമുക്ക് ആയിരിക്കാൻ ലുക്കായിരിക്കും. ഫൈറോസ് സേഫ്റ്റി ഓഫീസർ ഇത് ഇൻസ്പെക്ട് ചെയ്യുന്നത് പ്രണവ് ബ്രോ. ഇതെങ്ങനെയാണ്? ഇത് കറക്റ്റാണ്. ഓണാക്കി നോക്ക്, വെള്ളം വരുമോ? നമ്മളവിടെ 2 ചേച്ചിമാരും ചേച്ചിക്കൊന്നും അറിയിക്കില്ല. ചേച്ചി പണിക്കാരിയൊന്നുമില്ല. ആകാശിന്റെ XXL സൈസാണ്. ആകാശിന് അടുത്ത ആഴ്ച ഒരെണ്ണം മേടിച്ചു കൊടുക്കുന്നുണ്ട്. ആകാശം എന്തോ പ്രശ്നമുണ്ട്, ചോര തൂറുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി എന്താണ്? ഇനി നമുക്ക് 2 ഷർട്ട് മേടിക്കാൻ പോളിൽ പോയാലോ? എടാ മുടിഞ്ഞ ക്വാളിറ്റി കളിയാ സാംസങ്ങിന്റെ. ഇതുണ്ടോ? സ്റ്റോപ്പ് ചെയ്ത് ഇല്ല, വ്ലോഗ് കണ്ടിന്യൂഡ്. അപ്ലോഡ് ചെയ്യാനുള്ള അരി വേണോ? അരിയുണ്ട്, പഞ്ചസാരയുണ്ട്, ഉപ്പ് ഇട്ട് കർപ്പൂരം വരെ ഉണ്ട് ഇവിടെ. ഇവിടെ നല്ലൊരു സ്ഥലമാണ് ഇത്. നമ്മുടെ അവിടുത്തെ തൃശ്ശൂരിലുള്ള ഹൈപ്പർ മാർക്കറ്റ്. ഞാൻ ഈ തൃശ്ശൂരുകാരനാ. അല്ല പിന്നെന്താണ്? വെള്ളരിക്കുണ്ട്. കണി കാണണമെങ്കിൽ ഇങ്ങോട്ട് വരിക. നല്ല വളപ്പ സാധനമുണ്ട്. തൂമ്പിയ മാങ്ങാപ്പഴം. എടാ ഈ മാങ്ങ ഒടുക്കത്തെ റേറ്റാടാ. നീ നോക്കിയേ, മാങ്ങയുടെ റേറ്റ് നോക്കിയേ. ഓണ്ടറാ ഒരു പീസിനോ 59 രൂപ. ഒരു പീസിനോ? ആ KG ഓ ചേട്ടാ, ഞാൻ ഇന്നലെ ഇതിനകത്ത് സ്വിഗ്ഗിക്കകത്ത് ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു. ലോക്കൽ സാധനമാണ്. നീ നോക്കിയേ, അട്ടയും പുഴുത്തതും ഒക്കെ എങ്ങനെ വാരി ഇടുന്നത്. അതല്ലേ തിരിച്ചു വെച്ചേക്കുന്നത്. നീ നോക്കിയേ, ഇത് നോക്ക്, ഇതിന്റെ റേറ്റ് നോക്ക്. കണ്ടു, അത് എന്നെ സാധനം പെയിന്റ് അടിച്ചു വെച്ചേക്കുന്നത്. താറി മുക്കിയേക്കുന്നത്. ഇത് താറി മുക്കിയതാ. കൺഫേം. അവരൊന്ന് വീഡിയോ എടുക്കുന്നത്. അവരാണ് ആപ്പിൾ വേണം. അയ്യോ അതെ, 520 ചേച്ചി ഗർഭിണിയാണ്. എടാ ഞാൻ ഒരു ചാനൽ തുടങ്ങി ഇടുന്നതിനെ പറ്റി നിനക്കെന്തോ അഭിപ്രായം? അല്ലേ? കണ്ടിട്ടുണ്ടോ? ഞാൻ പണ്ട് ഗെയിമിങ് ഇടുമായിരുന്നടാ. അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിർത്തി. യൂട്യൂബ് ചാനലുണ്ട്. പോടാ, നമുക്ക് ഒന്ന് ഗ്രോ അപ്പ് ആക്കിയല്ല. വീഡിയോ എടുക്കാൻ ഫോണായി. ഏത് നല്ല മോളി പോയാലോ? എടാ അവന്മാരും ബ്ലോഗേഴ്സ് പാത്തു. എടാ തെന്നി വീഴുവോ? ഇതൊക്കെ ഇപ്പം നിന്ന് പോകണം അല്ലയോ? മറ്റേ അതിലെ നമ്മള് സൈറ്റിൽ ലിഫ്റ്റ് അടിച്ചു പോയണക്ക്. ഞങ്ങൾ സേഫ്റ്റി വാരീസിന്റെ സേഫ്റ്റി ഓഫീസേഴ്സ് ആണ്. ഇവിടെ തുണി നോക്കാൻ വന്നേക്കാണ്. എടാ ഇത് പെമ്പിള്ളേരുടെ എടാ. അയ്യോ പെട്ട് മച്ചാനത് പോരളിയോ? അയ്യോ അങ്ങോട്ട് ഇവിടെ കുറെ സാധനം പുസ്തകങ്ങളൊക്കെ ഉണ്ട്, വായിക്കാൻ അറിയത്തില്ല. നമ്മളെന്തിനാ വന്നേ? സത്യം പറഞ്ഞാ ചുമ്മാ വന്നയാ. അമ്പും വില്ലുണ്ട്. എടാ ഒരെണ്ണം എടുത്താലോ? നമുക്ക് PG ഓണറെ അടിക്കാം. PG ഓണറല്ലേ? അവന്റെ കൂതിക്കിട്ട് ഒരു പൊട്ടാസ് ഓർമ്മിട്ട് പോയി ചിരിയാ. ഈ വില്ലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ വില്ലുണ്ടാക്കാൻ പറ്റാ.
ഫയലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. എടാ ഒരു ഫയൽ എടുത്താലോ? ഫയലെടുക്കാം. ഡോക്യുമെന്റേഷൻ ചെയ്യാം. ഡോക്യുമെന്റേഷൻ അറിയാത്ത നീലേശനോട് കൊടുക്കുക. അവനൊരു ചാക്ക് കുണ്ടച്ച് വേണം. സൂക്കാറുണ്ട്, ചട്ടിയുണ്ട്, കലറുണ്ട്. ഓ അരേ വാ ഗൈസ്. ഒരു ഇടയ്ക്ക് എൻ്റെ സ്വപ്നമായിരുന്നു മേടിച്ച് ഇതിനകത്ത് കയറി കിടക്കണം. മൊത്തം ചട്ടിയിൽ നടക്കാം. അറിയാം ഒന്നും അടുത്ത് പാചകം ചെയ്യാം. ബക്കറ്റ് ഉണ്ട്. ഇതാരാണ്? ആരാ? ഏതാ? ഇവിടെ ഒന്നും ഒന്നുമില്ലടാ. ഇവിടെ മൊത്തം വീട്ടുപകരണങ്ങളാ. ഒരു കത്തി വാങ്ങിച്ചാലോ? കത്തി വേണോ? ആവശ്യം വരും അപ്പം വേണമെങ്കിൽ. ഇങ്ങ വന്നേ നീ ആദ്യം വെച്ചോണ്ട് കയറിയിട്ട് വേണം പിടിച്ച് പുറത്താക്കുക. സെക്യൂരിറ്റി തോക്കുണ്ട്. എന്താടാ വ്ളോഗിനെ പറ്റി എനിക്ക് അഭിപ്രായം? പിന്നെ ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. പിന്നെ ഞങ്ങൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ കടയിലും എല്ലാം പോയി അരഞ്ഞു നമുക്ക് MRP ഒക്കെ കയറി. ഞങ്ങളുടെ MRP യിലാണ് അവിടെ ചെയ്യണം. നിർത്തണം.